ഹായ് ഓൾ, നവീനാണ്. നമ്മുടെ ജാക്സൺ ചേട്ടൻ, വർഗീസ് ഭായ് ഇവരൊക്കെ ഉണ്ട് നമ്മുടെ ഇവിടെ. സുഹൃത്ത് ഡോക്ടർ അവിടെ സൈക്കിൾ എടുക്കാനായിട്ട് പോയിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് പോർട്ട് മുസിരീസിന്റെ മുമ്പിലാണ്. മുസിരീസ് സെഞ്ചുറി ചലഞ്ചിന്റെ വെന്യൂ ആണ് പോർട്ട് മുസിരീസ്. ഇവിടെ നിന്ന് നമ്മളൊരു ചെറിയൊരു ട്രയൽ റൈഡ് നിങ്ങൾക്ക് എല്ലാവർക്കും റൂട്ടും കാര്യങ്ങളെല്ലാം പരിചയപ്പെടുത്താനും അതിൻ്റെ ഡിസ്ക്രിപ്ഷൻ, അതിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എല്ലാം ഈ വീഡിയോയിലുണ്ടാവും. അപ്പോൾ എല്ലാവരും വാച്ച് ചെയ്യുക. ഇവിടെ സുഹൃത്ത് ഡോക്ടർ എത്തി. അപ്പോൾ ഇത്രയും പേര് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം. ആ വഴി ആ ചെക്ക് പോയിന്റിന്റെ അവിടെ നിന്ന് യു-ടേൺ അടിച്ചിട്ട് നമ്മൾ തിരിച്ച് നേരെ എടപ്പള്ളി അങ്ങോട്ടാണ് പോകേണ്ടത്. ഡോക്ടർ വർഗീസ് ഭായ് ഞാനും കൂടെ എയർപോർട്ട് റോഡിൽ കൂടെ യു-ടേൺ അടിച്ച് തിരിച്ച് പോയിക്കൊണ്ടിരിക്കുന്നു. എയർപോർട്ടിന്റെ എൻട്രൻസിലോട്ട് എത്തിയേക്കാണ്. അപ്പൊ ഈ എൻട്രൻസ്, അതായത് ഇവിടെ ഒരു സിഗ്നൽ ഉണ്ട്, അവിടെ നിന്ന് ലെഫ്റ്റാണ് നമുക്ക് പോകേണ്ടത് എടപ്പള്ളിക്ക്. രാവിലെ ആണെങ്കിലും ഹൈവേയിലൊക്കെ അത്യാവശ്യം തിരക്കുണ്ട്. അപ്പൊ നമ്മൾ നേരെ ആലുവ സൈഡിലോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നിന്ന് എടപ്പള്ളി. എല്ലാവരും ട്രാഫിക്കൊക്കെ ശ്രദ്ധിക്കണം. സിഗ്നലായി കൃത്യം 9 കിലോമീറ്റർ പോർട്ട് മുസിരീസ്. സിഗ്നൽ ഓണാണ്. സ്ട്രൈറ്റ് എടപ്പള്ളി മാർത്താണ്ഡവർമ്മ പാലത്തിലോട്ട് എത്തി. ആലുവ പാലം. ഇത് ഞങ്ങളൊരു സൺഡേ ആണ് ഈ റൈഡ് ചെയ്യണത്. എന്നിട്ട് നല്ല ട്രാഫിക് ഉണ്ട്. ഏകദേശം ഒരു 6:30 ടൈമായിട്ട് നല്ല ട്രാഫിക് ഉണ്ട്. നമ്മള് എടപ്പള്ളി എത്തിയേക്കാണ്. ദൂരെ ഫ്ലൈ ഓവർ കാണാം. ഫ്ലൈ ഓവർ കയറരുത്, നമുക്ക് ലെഫ്റ്റ് സൈഡിൽ കൂടെ എടുക്കേണ്ടത്. അവിടെ നിന്ന് റൈറ്റാണ് നമുക്ക് പോകേണ്ടത് പറവൂർക്ക്. ഫ്ലൈ ഓവർ കയറേണ്ട കാര്യമില്ല. ഇവിടെ നിന്ന് ലെഫ്റ്റ്. എടപ്പള്ളി സിഗ്നലിലോട്ട് എത്തിയേക്കാണ്. ഇവിടെ നിന്ന് നമുക്ക് റൈറ്റ് അങ്ങോട്ടാ പോകേണ്ടത്. ഓക്കെ. അനീഷ് നടരാജൻ ഇവിടെ നിന്ന് ജോയിൻ ചെയ്യണം നമ്മുടെ കൂടെ. ഇപ്പൊ നമ്മള് ലുലു മാളിന്റെ മുമ്പിലായിട്ടാണ് നിൽക്കുന്നത്. നമ്മള് എടപ്പള്ളി സിഗ്നലിൽ നിന്ന് റൈറ്റ് ആണ് എടുത്തേക്കുന്നത്. അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബോർഡെല്ലാം കാണാം. അപ്പൊ നമ്മുടെ ചെക്ക് പോയിന്റ് അലിബാബ, ഇതിന്റെ മുമ്പിലായിട്ട് നമുക്കൊരു സിറ്റി ടേണിംഗ് ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടെ വെച്ച് നിങ്ങൾ ബിബ്സിൽ നിങ്ങൾ ചെക്ക് പോയിന്റിന്റെ സീലെല്ലാം വാങ്ങിക്കേണ്ടതാണ്. അപ്പൊ ഇവിടെ നിന്നാണ് നമ്മുടെ പറവൂർക്ക് മുസിരീസ് പട്ടണത്തിലോട്ടുള്ള സ്റ്റാർട്ടിങ്. സ്ട്രൈറ്റ് ഗുരുവായൂർ റൂട്ട്. വരാപ്പുഴ സിഗ്നൽ, കണ്ടെയ്നർ റോഡ് സിഗ്നൽ കഴിഞ്ഞ് നേരെ ഹൈവേ അടിച്ച് പറവൂർ ടൗണിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളപ്പോൾ മുമ്പിലായിട്ടൊരു സിഗ്നൽ കാണാൻ പറ്റും. സിഗ്നൽ ഇവിടെ ഏകദേശം റൈറ്റ് സൈഡിലായിട്ട് പമ്പുണ്ട്, ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പുണ്ട്. ഈ സിഗ്നലിൽ നമുക്ക് സ്ട്രൈറ്റാണ് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയ ചെറായി, സ്ട്രൈറ്റ് നേരെ കൊടുങ്ങല്ലൂർ റൂട്ട്. അടുത്ത സിഗ്നൽ മുനിസിപ്പൽ ജംഗ്ഷൻ ആണ്, പറവൂർ മുനിസിപ്പൽ ജംഗ്ഷൻ. ഈ ജംഗ്ഷനിൽ നിന്ന് നമുക്ക് സ്ട്രൈറ്റ് തന്നെ പോകേണ്ടത് ഗുരുവായൂർ റൂട്ട്. സ്ട്രൈറ്റാണ് പോകേണ്ടത്. ഇനി അവിടെ നിന്ന് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. 1 വേ ആണ്. ഗുരുവായൂർ 60 കിലോമീറ്റർ, കൃത്യം 40 കിലോമീറ്റർ ആകുമ്പോഴാണ് നമ്മളിവിടെ എത്തുന്നത്. ഇത് 1 വേ ആണ്. നമുക്ക് ഇവിടെ നിന്ന് ലെഫ്റ്റ് പോകണം. ഇവിടെ നിന്ന് നമുക്ക് യു-ടേൺ അടിക്കണം. 1 വേ ആണ് ഇതെല്ലാം. അപ്പോൾ യു-ടേൺ അടിക്കാം. പറവൂരിന്റെ ചരിത്രം ഉറങ്ങിക്കിടക്കുന്ന ഏരിയാസാണ് ഇതെല്ലാം. പറവൂർ മാർക്കറ്റ് കാണാം.
കുറച്ചും കൂടെ മുൻപോട്ട് പോയിട്ട് ഇടത് വശത്താണ് നമ്മുടെ കേരളത്തിലെ ഏറ്റവും വലിയ ജൂതപ്പള്ളി. ഇവിടെ മാളിയേക്കൽ ബാങ്കേഴ്സ്, അവിടെ നിന്ന് ലെഫ്റ്റാണ് എടുക്കേണ്ടത്. ഇടത്തോട്ട് എടുത്തു കഴിയുമ്പോൾ തന്നെ നമ്മുടെ ഈ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ്, സെക്കൻഡ് ചെക്ക് പോയിന്റ് ആണ് ഈ കാണുന്നത്. കൃത്യമായി പറഞ്ഞ ജൂതപ്പള്ളി ഇതാണ്. ഈ പള്ളിയുടെ ഓപ്പോസിറ്റ് ആയിട്ട് ആണ് നമ്മുടെ ചെക്ക് പോയിന്റ്. ഇത് ഞാൻ ജൂതപ്പള്ളിയുടെ മുമ്പിലാണ് നിൽക്കുന്നത്. നമ്മുടെ സെക്കൻഡ് ചെക്ക് പോയിന്റ് ആണ്. ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ നിന്നാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണത്. ഫസ്റ്റ് എടുക്കണം. കൃത്യം 41 കിലോമീറ്റർ അല്ലേ? 40 കിലോമീറ്റർ. കൃത്യം 40 കിലോമീറ്ററിലാണ് ചെക്ക് പോയിന്റ്. അപ്പൊ ഇത് കേരളത്തിലെ ആദ്യത്തെ ജൂസ് സിനഗോഗാണ് ജൂതപ്പള്ളി. അതുപോലെ ഇന്ത്യയിലെ രണ്ടാമത്തെയും കേരളത്തിലെ ഏറ്റവും വലുതും കൂടിയാണ്. നിങ്ങൾക്ക് വിസിറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് കയറാം. ടൈമിംഗ് അപ്പം അതനുസരിച്ച് മാനേജ് ചെയ്യേണ്ടി വരും. ജൂസ് സിനഗോഗിൽ ഇടത്തുവശത്തും വലത്തുവശത്തായിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് പോയിന്റ്. അവിടെ നിന്ന് സ്ട്രെയിറ്റ് നമ്മൾ റൈഡ് കണ്ടിന്യൂ ചെയ്യണം. ഫസ്റ്റ് ചെക്ക് പോയിന്റ്, സെക്കൻഡ് ചെക്ക് പോയിന്റ് കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് തന്നെ സ്ട്രെയിറ്റ് ആണ് കേട്ടോ. റിട്ടേൺ അല്ല, സ്ട്രെയിറ്റ് ആണ് നമുക്ക് പോകേണ്ടത്. ലേക്ക് വ്യൂവിലോട്ടാണ് എത്തണത്. ഇവിടെ മുസിരീസ് ഹെറിറ്റേജിന്റെ ബോട്ടിംഗ് സർവീസും കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇപ്പം അത് ഫങ്ഷനിങ് അല്ല, എങ്കിലും കൊറോണയും കാര്യങ്ങളൊക്കെ ആയത് കാരണം അവിടെ നിന്ന് റൈറ്റ് എടുക്കുക. ഇതെല്ലാം ഹെറിറ്റേജ്, മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ ബോട്ടുകളാണ്. അതെല്ലാം മനോഹരമായ സ്ഥലങ്ങളാണ്. അതെല്ലാം ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് നല്ല അടിപൊളി സ്ഥലങ്ങളാണ്. നമുക്ക് ഇവിടെ നിന്ന് വ്യൂ ഒക്കെ ആസ്വദിച്ച് നമുക്ക് റൈറ്റിലോട്ട്, ഇതിങ്ങനെ ഇത്തിരി ഉള്ളിൽ കൂടെ വന്നാലേ നമുക്ക് ഈ വ്യൂവും ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. ഇവിടെ നിന്ന് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഈ റോഡ് നേരെ ചെന്ന് എൻഡ് ചെയ്യണത് നമ്മുടെ നാഷണൽ ഹൈവേയിലോട്ട് തന്നെയാണ്. 1 വേ ആണത്. ഇത് ലെഫ്റ്റിലോട്ട് എടുക്കേണ്ടത്. 1 വേ ആണത്. നമുക്ക് എടുക്കണം. തിരിച്ച് പറവൂര് മുനിസിപ്പൽ ജംഗ്ഷനിലോട്ട് തന്നെയാണ് നമ്മൾ പോണത്. ഇനി ആ സിഗ്നലിൽ എത്തിയാൽ നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. മുനിസിപ്പൽ സിഗ്നലിലോട്ട് വീണ്ടും എത്തിയിരിക്കുകയാണ്. റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ പറവൂർ ടൗൺ ഹാള് കാണാം. അവിടെ നിന്ന് സിഗ്നലിൽ നിന്ന് നമുക്ക് ലെഫ്റ്റ് ചേന്നമംഗലം, നമ്മുടെ പാലിയം കൊട്ടാരം ഉള്ള അതിപ്രശസ്തമായ സ്ഥലങ്ങളാണ് അതെല്ലാം. ഇതിപ്പോൾ പറവൂർ ടൗണിന്റെ ഹൃദയഭാഗത്തോടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സിഗ്നൽ ലെഫ്റ്റ്. ടൗൺ ഹാളിൽ നിന്ന് സ്ട്രെയിറ്റ് വന്നു കഴിയുമ്പോൾ നെക്സ്റ്റ് സിഗ്നൽ കൃത്യം 2 കിലോമീറ്റർ. രണ്ടാമത്തെ ചെക്ക് പോയിന്റ്, ബ്രേക്ക്ഫാസ്റ്റ് ചെക്ക് പോയിന്റിൽ നിന്ന് കൃത്യം 2 കിലോമീറ്റർ കഴിയുമ്പോൾ ചേന്നമംഗലം ജംഗ്ഷൻ. ഇവിടെ നിന്ന് നമുക്ക് ലെഫ്റ്റ് ആണ് പോകേണ്ടത്. അവിടെ മുസിരീസ് പൈതൃകം തേടിയുള്ള യാത്രയിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ലെഫ്റ്റ് മുസിരീസ് പട്ടണത്തിന്റെ, മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ എല്ലാം ഭാഗമായിട്ടുള്ള നാട്ടുമ്പുറത്തിലോട്ട് നമ്മൾ കിടക്കണം. ഇവിടെ നിന്ന് ഇസാർ പമ്പിന്റെ അവിടെ നിന്ന് നമുക്ക് സ്ട്രെയിറ്റ് തന്നെയാണ് പോകേണ്ടത് പാലിയം നടയിലോട്ട്. പാലിയം കൊട്ടാരം അവിടെ നിന്ന് സ്ട്രെയിറ്റ് തന്നെ നമുക്ക് പോകേണ്ടത്. ഇവിടെ ഒരു റൈറ്റ് സൈഡിലായിട്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂള് ചേന്നമംഗലം. ഇവിടെ അടുത്ത ദിവസമായിട്ട് ചേന്നമംഗലം അമ്പലം. ഇവിടെ നമുക്ക് റൈറ്റിലോട്ടാണ് പോകേണ്ടത്. ഈ സ്ട്രെയിറ്റ് അങ്ങോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാലിയം കൊട്ടാരൊക്കെ വിസിറ്റ് ചെയ്യാം. ഇവിടെ നിന്ന് ജസ്റ്റ് ഒരു നിസ്സാര മീറ്ററുകളെ ഉണ്ടാവുള്ളൂ. നമുക്ക് നമ്മുടെ റൂട്ട് റൈറ്റിലോട്ടാണ്, സ്ട്രെയിറ്റ് പോവാം. സ്ട്രെയിറ്റ് ആണ് പോകേണ്ടത്. ഇവിടെ ബോർഡ് കാണാം, മാള പുത്തൻവേലിക്കര സ്ട്രെയിറ്റ്. ഒരു 3000-ഓളം വർഷം പഴക്കമുള്ളൊരു വലിയൊരു സിവിലൈസേഷൻ. അതിൻ്റെ തെളിവുകളെല്ലാം അവശേഷിക്കുന്ന ഒരു വലിയൊരു ഏരിയ ആണിത്.
വളരെ ശാന്തമായ സ്ഥലങ്ങളാണ് ഇതെല്ലാം, ചെറിയ ഗ്രാമങ്ങളാണ്. അധികം ട്രാഫിക്കോ തിരക്കുകളോ ഒന്നുമില്ല. ഒരു വില്ലേജ് ടൂർ പോലെ നമുക്ക് നല്ല ആസ്വദിച്ച് നമുക്ക് റൈഡ് ചെയ്യാം. നമ്മളപ്പോൾ ഇപ്പം റൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലം കഴിഞ്ഞ കേരളത്തിലെ ഏറ്റവും വലിയ പ്രളയത്തിൽ മുങ്ങിപ്പോയ ദ്വീപുകളാണ്. ഈ പാലത്തിൻ്റെ മുകളിലായിരുന്നു നമ്മൾ വണ്ടികളും പശുക്കളും എല്ലാം നാട്ടുകാർ നിർത്തിയിരുന്നത്. ഇപ്പോൾ പാലത്തിൻ്റെ മുകളിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് നോക്കി അവിടെ ഒരു ദൂരെ ഒരു വലിയൊരു പാറ വെള്ളത്തിൻ്റെ നടുക്കാണ്, മാളവനപ്പാറ എന്നറിയപ്പെടുന്നത്. വീഡിയോയിൽ അത് എത്രത്തോളം കാണാൻ പറ്റുമെന്ന് അറിയില്ല, എങ്കിലും നിങ്ങൾ റൈഡ് ചെയ്ത് വരുമ്പോൾ ഇവിടെ ചെന്ന് വലത്തോട്ട് നോക്കിക്കഴിഞ്ഞാൽ കാണാം. നമ്മൾ പുത്തംവേലിക്കര എന്ന് പറഞ്ഞ ജംഗ്ഷനിലോട്ട് എത്തിയേക്കാണ്. പുത്തംവേലിക്കര ജംഗ്ഷൻ. നമുക്ക് ഇവിടുന്ന് ഇടത്തോട്ട് ലെഫ്റ്റാണ് പോകേണ്ടത്, കോട്ടപ്പുറം മാള റൂട്ട് ഇവിടുന്ന് ഇടത്തോട്ടാണ്. ഇതാണ് ആ ജംഗ്ഷൻ. റൈറ്റ് സൈഡിലായിട്ട് ലാൻഡ് മാർക്സ് ഒക്കെ വേണമെങ്കിൽ നോക്കി നോക്കാം നിങ്ങൾക്ക്. മണപ്പുറം കാര്യങ്ങളെല്ലാം ഇതെല്ലാം നല്ല ഉഗ്രൻ നാട്ടുവഴികളാണ്. ഇതെല്ലാം റോഡ് നല്ല റോഡുകളാണ്, ചെറിയ ചെറിയ ഗ്രാമങ്ങൾ പോലത്തെ. തിരുത്തിപ്പുറം, പുത്തംവേലിക്കര, അസീസി പള്ളി. അപ്പോൾ നമ്മുടെ പോർട്ട് മുസിരീസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 50 കിലോമീറ്ററോളം ആകുമ്പോഴായിരിക്കും നമ്മൾ ഈ പള്ളിയെല്ലാം കാണുന്നത്. ഞങ്ങൾ ഏകദേശം 50 കിലോമീറ്റർ ആയി. ഏതാണ് അസീസി പള്ളി? നമ്മുടെ കോട്ടപ്പുറം നമ്മുടെ അസ്ഥികൂടൊക്കെ കിട്ടിയ സ്ഥലം അല്ല ഡോക്ടറെ? ആരുടെയാണെന്ന് അറിയില്ല. മുസിരീസ് ഹെറിറ്റേജിന്റെ കോട്ടപ്പുറം മാർക്കറ്റ് കൊടുങ്ങല്ലൂര് ആ ഭാഗത്തോട്ട് എത്തിയേക്കാണ്. കൊടുങ്ങല്ലൂർ വഴി, കൊടുങ്ങല്ലൂർ പോകുന്ന വഴിയാണ് കേട്ടോ, കൊടുങ്ങല്ലൂരല്ല. ഇവിടുന്ന് റൈറ്റിലോട്ടാണ് നമുക്ക് പോകേണ്ടത്, എങ്കിലും സ്ട്രെയിറ്റ് കോട്ടപ്പുറം പാർക്ക് ഞാൻ കാണിച്ചു തരാം. അത് നിങ്ങൾക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ ഉപകരിക്കും. ഇതെല്ലാം മാർക്കറ്റ് ഏരിയകളാണ്. അവിടെ ഡെഡ് എൻഡ് എത്തിയ ഇവിടുന്ന് ലെഫ്റ്റ് കാണുന്നതാണ് തന്നെയാണ് നമ്മുടെ മുസിരീസ് ഹെറിറ്റേജ് പ്രോജക്റ്റിന്റെ പാർക്ക്. എൻട്രൻസിൽ തന്നെ ഇവിടെ സൈക്കിളിന്റെ വീല് ഉള്ളിൽ പോണ ടൈപ്പ് ഒരു കാണിയുണ്ട്, ഗ്രില്ലുണ്ട്, അത് ഒന്ന് ശ്രദ്ധിക്കണം. അപ്പൊ നമ്മള് ഈ പാർക്കിന്റെ ഇവിടെ ഒരു മിനി ചെക്ക് പോയിന്റ് ഉണ്ട്. ഇവിടെ നിന്ന് നിങ്ങളുടെ ബിപ്സിൽ സീല് വാങ്ങിക്കേണ്ടതാണ്. 3ാമത്തെ ചെക്ക് പോയിന്റ് ആയിട്ട് വരും ഇവിടെ. 50 കിലോമീറ്റർ ഫിനിഷ് ചെയ്തിട്ട് ഇവിടെ കോട്ടപ്പുറം മുസിരീസ് പാർക്കിൽ വന്നേക്കാണ്. അവിടെ ഒരുപാട് പിള്ളേര് സ്കേറ്റിംഗ് പ്രാക്ടീസ് ഒക്കെ. അപ്പൊ നമ്മൾ ഈ ബാക്കിൽ കാണുന്ന ലേക്ക് നമ്മുടെ പെരിയാർ പുഴ വന്നിട്ട് അറബിക്കടൽ നമ്മടല്ലേ, അറബിക്കടലിൽ യോജിക്കുന്ന നമ്മുടെ ഇപ്പുറത്ത് എറണാകുളം ജില്ല. ഈ കാണുന്നത് എറണാകുളം ജില്ലയും അത് തൃശ്ശൂർ. ഇത് എറണാകുളം ജില്ല, അത് തൃശ്ശൂർ. ഭാഗമായിട്ടാണ്. നിങ്ങൾക്ക് 8 മണിക്കൂർ ടൈം ഉള്ളത് മാക്സിമം ഇങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യാം. ഒരു ബ്യൂട്ടിഫുൾ ലൊക്കേഷൻ ആണ്. മുസിരീസ് പാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. സ്ട്രെയിറ്റ് ഫസ്റ്റ് റൈറ്റ്. അതെ, ആള് ഇവിടെ നിന്ന് ഫസ്റ്റ് റൈറ്റ് എടുക്കാണ്. അവിടെ നിന്ന് പിന്നീട് ലെഫ്റ്റ് നേരെ കൊടുങ്ങല്ലൂർ റൂട്ടിലോട്ട്, കൊടുങ്ങല്ലൂർ പൊയ്യാമാള റൂട്ടിലോട്ടാണ് നമുക്ക് പോകേണ്ടത്. ഇവിടെ നിന്ന് ലെഫ്റ്റാണ്. നിങ്ങൾക്ക് റൂട്ട്സ് കൺഫ്യൂഷൻ ആണെങ്കിൽ പേടിക്കണ്ട, നമ്മുടെ ആളുകളെല്ലാം ഇവിടെയൊക്കെ തന്നെ ഉണ്ടാവും റൂട്ട് കാണിച്ചു തരാനും നിങ്ങൾക്ക് സപ്പോർട്ട് തരാനൊക്കെ ആയിട്ട്. ആ കാര്യത്തിൽ നിങ്ങളൊക്കെ പറയാവുന്നതായിരിക്കും. അപ്പോൾ ഇവിടെ നിന്ന് നേരെ
പൊയ്യ റൂട്ട് റൈറ്റാണ് എടുക്കേണ്ടത്. പൊയ്യ മാള റൂട്ടിലോട്ട് നമ്മൾ റൈറ്റ് എടുക്കണം. ഇവിടെ ഒരു ക്ലോക്ക് ടവറൊക്കെ കാണാം. റൈറ്റ് എടുക്കുക. ഇതെല്ലാം നല്ല ബ്യൂട്ടിഫുൾ വ്യൂസ് ഉള്ള ലൊക്കേഷൻസ് ആണ് ഇതെല്ലാം. പൊയ്യ ഗ്രാമപഞ്ചായത്ത്. അവിടെ ആ പള്ളിയുടെ അവിടെ നിന്ന് പിന്നെ കുറെ കയറ്റിറക്കങ്ങളൊക്കെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാണ്. ചെറിയ രീതിയിലുള്ള എലിവേഷൻ, അത്ര ഭീമമായിട്ടുള്ള കുത്തനുള്ള കയറ്റങ്ങളൊന്നും ഇല്ലെങ്കിലും ചെറിയ എലിവേഷനുകളൊക്കെ നമുക്ക് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യും. പൊയ്യ റൂട്ടിലോട്ട് കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ കോട്ടപ്പുറം മുസിരീസ് പാർക്കിൽ നിന്ന് ഏകദേശം ഒരു 5-6 കിലോമീറ്റർ കഴിയുമ്പോൾ തന്നെ ചെറിയൊരു ക്ലൈംബ് സ്റ്റാർട്ടാവും. കയറ്റത്തിനനുസരിച്ച് ഇറക്കങ്ങളും ഉണ്ടാവും. മാളയിലോട്ട് ലെഫ്റ്റ് റോഡ് കാണാൻ പറ്റും. ഒരു ക്ലൈംബും കഴിയുമ്പോൾ തന്നെ ഒരു ഇറക്കം കഴിയുമ്പോൾ തന്നെ ബോർഡ് ഇവിടെ ഉണ്ട്, മാള ലെഫ്റ്റ്. ഇവിടെയും ഒരു ഹെറിറ്റേജ് ലൊക്കേഷൻ ഉണ്ട്, മാള ജൂതപ്പള്ളി. ഇത് മാള ടൗൺ ആണ്. പാമ്പുമേക്കാട്ട് മന, പാമ്പുമേക്കാട്ട് ഒരു ഫേമസ് ആയൊരു അമ്പലമാണ്. അത് ഇവിടെ നിന്ന് ഇടത്തോട്ടാണ് പോകേണ്ടത്. നമ്മുടെ റൂട്ട് അതിലില്ല, നമുക്ക് സ്ട്രെയിറ്റ് തന്നെ പോവാം നേരെ. ഇവിടെ നമുക്ക് നേരെയാണ് പോകേണ്ടത്. റൈറ്റ് സൈഡിലായിട്ട് HP പമ്പുണ്ട്, ലാൻഡ് മാർക്സ്. ഇപ്പം അടുത്ത ചെക്ക് പോയിന്റിലോട്ട് ഉള്ള ലാൻഡ് മാർക്കാണിത്. റീഫ്രഷ്മെന്റ് പോയിന്റ് ഇവിടെ പ്രൊവൈഡ് ചെയ്യും. നല്ല തണലൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. ഇവിടെ തന്നെ ഒരു ചെറിയൊരു ഷോപ്പുണ്ട്, ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഇവിടെ ആയിരിക്കും നമ്മുടെ ഒരു റീഫ്രഷ്മെന്റ് പോയിന്റും ചെക്ക് പോയിന്റും. ഇവിടെ ഇതാണ് അഷ്ടമിച്ചറ കോൾക്കുന്ന് എന്ന് പറഞ്ഞ സ്ഥലം. ഇവിടെ ഒരു ബസ് സ്റ്റോപ്പൊക്കെ കാണാൻ പറ്റും. ബസ് സ്റ്റോപ്പ് അതിനോട് ഇവിടെ തന്നെയാണ് നമ്മുടെ അടുത്ത റീഫ്രഷ്മെന്റ് പോയിന്റും ചെക്ക് പോയിന്റും ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇവിടെ നിന്ന് നിങ്ങൾ ബിപ്സിൽ നിങ്ങൾ ഇവിടെ നിന്ന് സീലടിക്കണം. റീഫ്രഷ്മെന്റ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും. ഇവിടെ തന്നെ ഒരു ഷോപ്പും ഉണ്ട്. അപ്പോൾ അവിടെ നിന്ന് എന്തെങ്കിലും അവിടെ നിന്ന് പെയ്ഡാണ് വാങ്ങിച്ചെന്താണെന്ന് വെച്ചാൽ കഴിക്കാം. അല്ലാത്ത റീഫ്രഷ്മെന്റ് നമ്മുടെ ഓൾറെഡി ഇവിടെ പ്രൊവൈഡ് ചെയ്യും. റീഫ്രഷ്മെന്റ് പോയിന്റ് കഴിഞ്ഞ ഉടനെ തന്നെ ആദ്യം തന്നെ ഒരു ചെറിയൊരു ജംഗ്ഷനാണിത്. ഇവിടുന്ന് സ്ട്രെയിറ്റ് തന്നെ പോകേണ്ടത്. ഇവിടുന്ന് വേറെ ഡീവിയേഷനൊന്നുമില്ല, സ്ട്രെയിറ്റ് തന്നെ പോകേണ്ടത്. ഇവിടെ നിന്ന് ഡെഡ് എൻഡ് ആണ്. ഡെഡ് എൻഡ് ഇവിടെ നിന്ന് റൈറ്റ് കോട്ടയിലോട്ട് റൈറ്റ് ആണ്. അത്യാവശ്യം സൂക്ഷിച്ചെടുക്കേണ്ട ഒരു ജംഗ്ഷനാണിത്. കോട്ടയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഫ്ലൈ ഓവർ കാണാൻ പറ്റും. ഫ്ലൈ ഓവർ ഉണ്ട്. ഫ്ലൈ ഓവറിന്റെ അടിയിൽ കൂടെ നമുക്ക് നേരെ റൈറ്റ്. ഇവിടെ പോട്ട ഫ്ലൈ ഓവർ ക്രോസ് ചെയ്ത് അടിയിൽ കൂടെ വന്നു കഴിയുമ്പോൾ തന്നെ ഇതിവിടെ ആയിട്ടാണ് നമ്മുടെ അടുത്ത ചെക്ക് പോയിന്റ്. ലാസ്റ്റത്തെ ചെക്ക് പോയിന്റ് ആണിത്. ഇവിടെ റീഫ്രഷ്മെന്റും പ്രൊവൈഡ് ചെയ്യും.
അപ്പോൾ ബിബ്സിൽ ഇവിടെയും നിങ്ങൾ സൈൻ അത്യാവശ്യമായിട്ട് മേടിക്കണം. അപ്പോൾ പോട്ട ചെക്ക് പോയിന്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ ചാലക്കുടി അങ്കമാലി ആ ഹൈവേയിലോട്ട് കയറാണ്. അപ്പോൾ ഈ ടൈമിൽ വാഹനങ്ങൾ ഒരുപാട് ഉണ്ടാവും. എല്ലാവരും ശ്രദ്ധിച്ചാണ് ഹൈവേ കൂടെ റൈഡ് ചെയ്യാൻ. മാക്സിമം ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് പോവാം. 2 സൈക്കിളുകൾ പാരലായിട്ട് പോകാണ്ടിരിക്കുക. ലൈൻ കീപ്പ് ചെയ്ത് തന്നെ പോകണം. തൃശ്ശൂർ ജില്ലയിൽ നിന്ന് എറണാകുളം ജില്ലയിലോട്ട് ക്രോസ് ചെയ്ത് ഹെഡ് വിൻഡ് നല്ലോണം ഉണ്ട്. സൈക്കിളോട് കയറണില്ല. അപ്പോൾ തിരിച്ച് നമ്മൾ ആലുവ ഫോർട്ട് മുസിരീസിൽ നിന്ന് ആലുവ എടപ്പള്ളി റൂട്ട് പോയിരുന്നപ്പോൾ നല്ലോണം ടെയിൽ വിൻഡ് കിട്ടി. നല്ല സ്പീഡിൽ പോകാൻ പറ്റിയത്. ഇപ്പം നേരെ തിരിച്ചാണ്. അങ്കമാലിയിൽ നിന്ന് നേരെ ഹൈവേ പിടിച്ച് വേറെ വളവും തിരിവൊന്നുമില്ല. നേരെ സ്ട്രെയിറ്റ് ഇപ്പോൾ അത്താണി ജംഗ്ഷനിലെത്തേക്കിന്. വേറെ ഷോർട്ട് കട്ടുകളൊന്നുമില്ല. നേരെ അത്താണി, അവിടെ നിന്ന് നേരെ നെടുമ്പാശ്ശേരി എയർപോർട്ടിൻ്റെ റോഡിലോട്ട് ലെഫ്റ്റ് എടുക്കുക. പഴയ പോലെ പോർട്ട് മുസിരീസിൽ തന്നെയാണ് ഫിനിഷ് ചെയ്യേണ്ടത്. അവിടെ നിന്ന് ലെഫ്റ്റ് കൊച്ചിൻ ഇന്റർനാഷണൽ എയർപോർട്ട്. ഫ്ലൈറ്റും വരണ്ട്. നമ്മുടെ പോർട്ട് മുസിരീസിലോട്ട് പോകാനായിട്ട് ഇവിടെ നിന്ന് കാലടി റൂട്ടിലോട്ട് ലെഫ്റ്റ് എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഫ്ലൈ ഓവർ കയറണ്ട. ഫ്ലൈ ഓവർ കയറാണ്ട് തന്നെ ഇതിൽ നേരെ അങ്ങോട്ട് എത്താൻ പറ്റും. ഈ റോഡ് കുറെ കൂടെ ഫ്രീ ആയിരിക്കും. അല്ലെങ്കിൽ പിന്നെ ആ ഫ്ലൈ ഓവർ കയറി അവിടെ നിന്നൊരു ലെഫ്റ്റ് ഉണ്ട്. പക്ഷെ അത് ചിലപ്പോൾ നിങ്ങൾ മിസ്സായി കഴിഞ്ഞാൽ കുറേ മുന്നോട്ട് പോയി ഊട്ടേൺ അടിച്ച് പിന്നെ ഫ്ലൈ ഓവറിൻ്റെ അടി കൂടെ വരേണ്ടി വരും. അപ്പം അതിൽ നല്ലത് ഈ കാലടി റൂട്ടിൽ നമ്മൾ പണ്ട് എയർപോർട്ടിലോട്ട് വന്നിരുന്ന വഴി, പണ്ട് നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ട് വന്ന വഴി എടുത്തു കഴിഞ്ഞാൽ നേരെ പോർട്ട് മുസിരീസിലോട്ട് വരാൻ പറ്റും. പോർട്ട് മുസിരീസിൽ നമ്മുടെ ഫിനിഷിംഗ് പോയിന്റിലെത്തിയേക്കാണ്. ഫിനിഷിംഗ് പോയിന്റിലെത്തിയേക്കാണ് നമ്മൾ. എല്ലാവരും 5:30 5:30 തന്നെ റിപ്പോർട്ടിങ് ചെയ്യണം. ഇവിടെ 5:30 റിപ്പോർട്ടിങ് ഇവിടെ തന്നെ ആയിരിക്കും. അതിൻ്റെ എൻട്രൻസ്, നിങ്ങൾക്ക് കയറാനുള്ള എൻട്രൻസ് ഇവിടെ ആയിരിക്കും. വണ്ടി ഉള്ളിലൊരു, നിങ്ങൾക്ക് ദൂരെ നിന്നൊക്കെ വന്നവർക്ക് സൈക്കിള് വണ്ടിയിൽ വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇവിടെ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഉള്ളിൽ തന്നെ. അപ്പോൾ ഇവിടെ വന്ന ഉടനെ തന്നെ നിങ്ങൾ നിങ്ങളുടെ ബിബ്സ് കളക്ട് ചെയ്യണം. ബിബ്സ് കളക്ട് ചെയ്തിട്ട് ഇതിൻ്റെ അകത്ത് കയറാം. റിഫ്രഷ്മെൻറ്റ്സ് അകത്തുണ്ടാവും. കൃത്യം 6 മണിക്ക് തന്നെ നമ്മളിവിടുന്ന് ഫ്ലാഗ് ഓഫ് ആയിരിക്കും. ലേറ്റ് ആയിട്ട് വന്നാലും 6 മണി ടൈം വെച്ചായിരിക്കും നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണത്. അപ്പോൾ ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്നാണ് ഫ്ലാഗ് ഓഫ്. അത് നമ്മൾ നേരെ അവിടെ പോയി യൂട്ടേൺ അടിച്ചിട്ടാണ് വരേണ്ടത്. ഞങ്ങളിപ്പോൾ ഒരു ട്രയൽ റൈഡ് കഴിഞ്ഞ് വന്ന് ജസ്റ്റ് അവിടെ എത്തിയുള്ളൂ. ഞങ്ങൾ റൈഡ് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഗാർമെന്റ് വാച്ചിൽ 102 കിലോമീറ്ററാണ് ടോട്ടൽ ക്ലോക്ക് ചെയ്തേക്കുന്നത്. കാണിച്ചു തരാം ക്ലിയർ ആവണ്ടോ. 102 കിലോ. അതേപോലെ സ്ട്രാവയിൽ കിട്ടിയേക്കണത് 105 കിലോമീറ്റർ. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചേട്ടാ? ഇന്നത്തെ റൈഡ് എങ്ങനെ ഉണ്ടായിരുന്നു? നിങ്ങൾ റൈഡ് ചെയ്യണവരോട് എനിക്ക് പറയാനുള്ളത്, ആദ്യത്തെ ഒരു 50 കിലോമീറ്റർ എനർജി സേവ് ചെയ്ത് ചവിട്ടുക. അത് കഴിഞ്ഞിട്ടുള്ളൊരു 30 കിലോമീറ്റർ എനർജി നല്ല എക്സ്പെൻഡിച്ചർ ഉണ്ടാവും. പിന്നെ ഉള്ളൊരു 20 കിലോമീറ്റർ അല്ലേ, അത് കുറച്ചും കൂടി ഈസി ആയിരിക്കും. അപ്പോൾ ആ മിഡ് പോർഷനിൽ തന്നെ 30 കിലോമീറ്റർ നല്ല കുറച്ച് ടഫായിരിക്കും. ക്ലൈംബൊക്കെ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ തന്നെ ഭയങ്കര എനർജി യൂട്ടിലൈസ് ചെയ്ത് നിങ്ങൾക്ക് അതിന് എല്ലാ റിഫ്രഷ്മെന്റ്സും എല്ലാ റെഗുലർ പീരീഡ്സിലും ഉണ്ടാവും. അത് വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല. നിങ്ങൾക്ക് റിലാക്സ് ചെയ്ത് സമയമെടുത്ത് സ്ഥലങ്ങളൊക്കെ കണ്ട് ആസ്വദിച്ച് മുസിരീസ് പട്ടണം എല്ലാം ആസ്വദിച്ച് തന്നെ ചവിട്ടാൻ പറ്റും. വർഗീസിട്ട് അപ്പോൾ നമ്മുടെ ചെക്ക് പോയിന്റ്സ് ഒക്കെ ഉഷാറല്ലേ? എങ്ങനെയുണ്ട്? അത് നല്ല 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 ചെക്ക് പോയിന്റ്സുകളാണ്, നല്ല വ്യൂസ് ആണ്, നല്ല ടെറൈൻ കൂടിയാണ്. റൈഡ് ചെയ്യാൻ എല്ലാവർക്കും ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ടെറൈൻ ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ കോമ്പിനേഷനും കൂടിയുള്ള ഒരു റൈഡിങ് ആണ്. പിന്നെ അത് ആദ്യത്തെ ഒരു 30-40 കിലോമീറ്റേഴ്സ് പ്ലെയിൻ ആണ്. ആഫ്റ്റർ ബ്രേക്ക്ഫാസ്റ്റ് ലിറ്റിൽ ക്ലൈംബോറിങ്, ചെറിയ ക്ലിപ്സും ഒക്കെ ആയിട്ട്. പിന്നെ നമ്മൾക്ക് ഹ്യൂമിഡിറ്റി, ഇത്തിരി ഹോട്ട് വെതറിലൂടെ റൈഡ് ചെയ്യാൻ പറ്റിയ പോട്ട ടു നെടുമ്പാശ്ശേരി, അത് നല്ലൊരു സ്ട്രെച്ചാണ്. അപ്പോൾ അതിനുള്ള എനർജി സേവ് ചെയ്ത് എല്ലാവർക്കും ഒരു ഹാപ്പി റൈഡിങ്, എൻജോയ് എല്ലാവരും തകർത്തുക.
സെഞ്ചുറി മുസിരീസ് സെഞ്ചുറി ചലഞ്ച് നമുക്ക് പൊളിക്കാം. ഓൾ ദ ബെസ്റ്റ്.